തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഇന്ന് രാവിലെ സ്വകാര്യ ബസ് തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് നടത്തി. എസ്പിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഉച്ചയോടെ സമരം പിൻവലിച്ചു. മാള യഹൂദ ദേവാലയ കെട്ടിടം അപകടാവസ്ഥയിൽ. ദിനം തോറും നിരവധി പേർ സന്ദർശനം നടത്തുന്ന ദേവാലയമാണ് മേൽക്കൂര വളഞ്ഞ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. കരിവന്നൂർ തട്ടിപ്പ് കേസിൽ വിചാരണ സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്ന് സൂചന. ഇതിനു മുന്നോടിയായി പ്രതികൾക്ക് സമൻസ് അയക്കുന്നതിനുള്ള നടപടികൾക്ക് ഉടൻ തുടക്കമാകും. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഇന്ന് രാവിലെ സ്വകാര്യ ബസ് തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് നടത്തി. ബസ് ജീവനക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. എസ്പിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഉച്ചയോടെ സമരം പിൻവലിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഇന്ന് രാവിലെ സ്വകാര്യ ബസ്സുകൾ ഓടിയില്ല. തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചതിനെ തുടർന്നായിരുന്നു ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചത്. ഒരു ബസ് ജീവനക്കാരനെതിരെ പോലീസ് കേസെടുത്തു എന്നതാണ് പണിമുടക്കിന് കാരണം. കഴിഞ്ഞ 23-ന് കരുവന്നൂരിൽ യുവാവും സ്വകാര്യ ബസ് ജീവനക്കാരും തമ്മിൽ സംഘർഷം നടന്നിരുന്നു. യുവാവിന്റെ പരാതിയിൽ ബസ് ജീവനക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം ഉച്ചവരെ നീണ്ടു. അതിനിടയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബസ് ഉടമകളും തൊഴിലാളികളും നടത്തിയ ചർച്ചയിലാണ് സമവായമുണ്ടായത്. അതോടെ സമരം പിൻവലിച്ചു. സർവീസ് നടത്താൻ ബസ് ജീവനക്കാർ സന്നദ്ധരായി. മീഡിയ ടൈം, തൃശൂർ. മാള യഹൂദ ദേവാലയ കെട്ടിടം അപകടാവസ്ഥയിൽ. ദിനം തോറും നിരവധി പേർ സന്ദർശനം നടത്തുന്ന ദേവാലയമാണ് മേൽക്കുര വളഞ്ഞ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ ജൂത ദേവാലയമാണ് ഇത്. കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പരിശോധിക്കണമെന്നാണ് പ്രധാന ആവശ്യം. കൊച്ചി രാജാവ് ദാനം നൽകിയ മരം ഉപയോഗിച്ച് ജോസഫ് റബ്ബാൻ എന്നയാളാണ് 11-ാം നൂറ്റാണ്ടിൽ ഈ സിനഗോഗ് നിർമ്മിച്ചതെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഇത് ഈ നൂറ്റാണ്ടിൽ തന്നെ നശിക്കുകയും 1400-ൽ പുതിയൊരു കെട്ടിടം നിർമ്മിക്കുകയും പിന്നീട് 1792-ൽ പുതുക്കി പണിയുകയുമായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഏതാനും വർഷം മുമ്പ് 1 കോടി രൂപയോളം ചെലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയതാണ് ഈ സിനഗോഗ് കെട്ടിടം. അരനൂറ്റാണ്ടിലധികമായി മേൽക്കൂര കേടുകൂടാതെ സ്ഥിതി ചെയ്തിരുന്നതാണ്. മേൽക്കൂര അറ്റകുറ്റപ്പണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ നാശം സംഭവിക്കുന്നതായി കാണുന്നത്. അടിയന്തരമായി ഈ കെട്ടിടം അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും ഇവിടെ മുമ്പ് നടത്തിയതിലുള്ള അപാകത അന്വേഷിക്കണമെന്നും ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരുടെയും കരാറുകാരന്റെ പേരിലും നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. പൊതുപ്രവർത്തകൻ, ടൂറിസം വകുപ്പ് മന്ത്രി, മാള ഗ്രാമപഞ്ചായത്ത്, തൃശൂർ ജില്ലാ കളക്ടർ, ദുരന്ത നിവാരണ ചെയർമാൻ, കൊടുങ്ങല്ലൂർ MLA എന്നിവർക്ക് പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് പരാതിയും നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് യഹൂദ ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി പൂർവ്വസ്ഥിതിയിൽ ആക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പരിശോധിച്ച് അപകടാവസ്ഥയുണ്ടെങ്കിൽ സന്ദർശകരെ പ്രവേശിപ്പിക്കരുതെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. മീഡിയ ടൈം, മാള. പൊതുവിദ്യാലയങ്ങളിലെ പ്രവേശനോത്സവത്തിന് അത്രയൊന്നും ഗമയില്ലെങ്കിലും അംഗൻവാടി പ്രവേശനോത്സവം ഇത്തവണ ഗംഭീരമായി നടന്നു. വിദ്യാലയ ജീവിതത്തിന്റെ ആദ്യ പാഠങ്ങൾ അറിയാനായി കുരുന്നുകൾ അംഗൻവാടി മുറ്റത്തെത്തി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മെയ് 30-ന് നടക്കേണ്ടിയിരുന്ന അംഗൻവാടി പ്രവേശനോത്സവമാണ് ഇന്ന് നടന്നത്. ആളൂർ വെള്ളാഞ്ചിറ അംഗൻവാടിയിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോസ് മാഞ്ഞൂരൻ ഉദ്ഘാടനം ചെയ്തു. പഠിച്ചിറങ്ങിയ കുട്ടികൾ പുതിയതായി വന്ന കുട്ടികൾക്ക് മധുരം നൽകി സ്വീകരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ PS ആബിൽ, ഹെൽന സെജോൺ എന്നിവരെ പുരസ്കാരം നൽകി ആദരിച്ചു. വാർഡ് മെമ്പർ ദിബിൻ പാപ്പച്ചൻ, കമ്മിറ്റി അംഗം PM വിജയൻ, അങ്കണവാടി ജീവനക്കാരനായ ആനി, ഷീല, രക്ഷിതാക്കൾ, കുട്ടികൾ എന്നിവർ പങ്കെടുത്തു. കളിയിലൂടെയുള്ള പഠനത്തിന് അംഗൻവാടി സജ്ജമാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് അംഗൻവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം PK സുകന്യ, KCDS സൂപ്പർവൈസർ KR വൈദേഹി, PL ശ്രീലത, KM സീനത്ത് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ അംഗൻവാടി കുട്ടികൾക്ക് സമ്മാനം, സർട്ടിഫിക്കറ്റ്, ട്രോഫി എന്നിവ നൽകി. വാർഡിലെ വിവിധ മേഖലയിൽ നിന്നുള്ളവരെയും തൊഴിലുറപ്പ് പ്രവർത്തകരെയും ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം.
കരിവന്നൂർ തട്ടിപ്പ് കേസിൽ വിചാരണ സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്ന് സൂചന. ഇതിനു മുന്നോടിയായി പ്രതികൾക്ക് സമൻസ് അയക്കുന്നതിനുള്ള നടപടികൾക്ക് ഉടൻ തുടക്കമാകും. ഇ ഡി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ MP, സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA, MM വർഗീസ് എന്നിവരടക്കമുള്ള ഉന്നതരുടെ നീണ്ട നിരയാണ് പ്രതിപട്ടികയിലുള്ളത്. കസ്റ്റഡിയിൽ ഇല്ലാത്ത പ്രതികൾക്കാണ് ആദ്യഘട്ടത്തിൽ സമൻസ് അയക്കുക. പ്രതികൾ സമൻസ് കൈപ്പറ്റുന്ന മുറയ്ക്കാണ് കേസിൽ വിചാരണ ആരംഭിക്കുക. സമൻസ് കൈപ്പറ്റുന്നത് വൈകിയാൽ വിചാരണ നീളാനും സാധ്യതയുണ്ട്. കലൂരിലെ PMLA പ്രത്യേക കോടതിയിൽ കഴിഞ്ഞയാഴ്ചയാണ് ED കുറ്റപത്രം സമർപ്പിച്ചത്. തുടർന്നാണ് സമൻസ് നടപടികൾക്ക് തുടക്കമായത്. പ്രതിപട്ടികയിൽ AC മൊയ്തീൻ, MM വർഗീസ്, K രാധാകൃഷ്ണൻ എന്നിവർ പ്രതികളാണ്. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ മധു അമ്പലപുരം, നേതാക്കളായ AR പീതാംബരൻ, MP രാജു, KC പ്രേമജൻ എന്നിവരും കേസിലെ പ്രതികളാണ്. ജനപ്രതിനിധികൾ അടക്കമുള്ള നേതാക്കളെ കേസിൽ ഉൾപ്പെടുത്തിയതിൽ EDക്കെതിരെ സമരത്തിലാണ് CPM. കുറ്റപത്രം കോടതിക്ക് മുന്നിൽ എത്തിയാൽ പ്രതികളെ വിളിച്ചു വരുത്തുകയാണ് വിചാരണയുടെ ആദ്യ നടപടി. അറസ്റ്റിലാകാത്ത പ്രതികൾ കോടതിയിൽ ബോണ്ട് ഹാജരാക്കേണ്ടി വരും. വിചാരണഘട്ടത്തിൽ ഇരുഭാഗവും ഹാജരായി വാദങ്ങൾ ബോധിപ്പിക്കും. മറ്റു കോടതികളിൽ വിചാരണാഘട്ടത്തിലുള്ള കേസുകളുടെ എണ്ണത്തേക്കാൾ കുറവാണ് ED കേസുകളുടെ എണ്ണമെന്നതിനാൽ നടപടികൾ വൈകാൻ ഇടയില്ല. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത പണം പാർട്ടി അക്കൗണ്ടുകളിലേക്ക് എത്തിയതായി ED കണ്ടെത്തിയിരുന്നു. തട്ടിപ്പ് നടന്ന കാലയളവിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു K രാധാകൃഷ്ണൻ. കൃത്യമായ രേഖകൾ ഇല്ലാതെ ബിനാമി വായ്പകൾ നൽകി സഹകരണ ബാങ്കിന്റെ പണം തട്ടിയെടുത്തെന്നാണ് കേസ്. കേസിൽ ഇതുവരെ 128.72 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിട്ടുണ്ട്. പോലീസ് രജിസ്റ്റർ ചെയ്ത 16 കേസുകൾ ഒരുമിച്ചെടുത്താണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം ED നടപടിയെടുത്തത്. മീഡിയ ടൈം, കൊച്ചി. സനീഷ് കുമാർ ജോസഫ് MLA അവതരിപ്പിച്ച കഴിഞ്ഞ 4 വർഷത്തെ വികസന രേഖ വ്യാജരേഖയാണെന്ന് CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ LDF ചാലക്കുടി മണ്ഡലം കമ്മിറ്റി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ചാലക്കുടിയെ 4 വർഷം പിന്നോട്ടടിപ്പിക്കുകയാണ് MLA ചെയ്തത് എന്ന് അശോകൻ പറഞ്ഞു. സനീഷ് കുമാർ MLA നടപ്പിലാക്കിയെന്ന് അവകാശപ്പെടുന്ന ഒരു പദ്ധതി പോലും അദ്ദേഹം വിഭാവന ചെയ്തതോ നടപ്പിലാക്കിയതോ അല്ല. മുൻ MLA ആയിരുന്ന BD ദേവസ്വം നടപ്പിലാക്കിയ പദ്ധതികളുടെ പിതൃത്വം അവകാശപ്പെടുകയാണ് ഇപ്പോഴത്തെ MLA. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും കബളിപ്പിക്കാനും ഉള്ളതാണ്. വികസനം പിന്നോട്ടടിപ്പിച്ച് നാടിനെ ഇരുളിലേക്ക് തള്ളിയ സനീഷ് കുമാർ MLA ജനങ്ങളോട് മാപ്പു പറയണം. മുൻ MLAയുടെ കാലത്ത് സംസ്ഥാന നിലവാര ടൂറിസം കേന്ദ്രമാക്കിയ തുമ്പൂർമുഴി ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. ജംഗിൾ സവാരിക്കായി വാങ്ങിയ 3 വാഹനങ്ങൾ കെടുകാര്യസ്ഥതയെ തുടർന്ന് നശിച്ചു. മുൻ MLA കൊണ്ടുവന്ന KDDCയുടെ യാത്രാ നിവാസ് പദ്ധതി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനായിട്ടില്ല. ടൂറിസം ഫെലിസിറ്റേഷൻ സെന്ററിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല. ഏറെ കടമ്പകൾ കടന്ന് ട്രാംവേ മ്യൂസിയത്തിന് സ്ഥലം ലഭ്യമാക്കി നിർമ്മാണത്തിന് തുടക്കമിട്ടെങ്കിലും ഇപ്പോഴത്തെ MLAക്ക് അത് പൂർത്തീകരിക്കാനായില്ല. വൈദ്യഭൂഷണം രാഘവൻ തിരുമുൽപ്പാടിന്റെ പേരിൽ ചാലക്കുടിയിൽ നിർമ്മിച്ച ആയുർവേദ ആശുപത്രിയുടെ 2ാം ഘട്ട നിർമ്മാണത്തിന് ഒരു ശ്രമവും 4 വർഷത്തിനുള്ളിൽ നടത്തിയില്ല. എന്നാൽ ഇതെല്ലാം താൻ കൊണ്ടുവന്നതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വികസന സപ്ലിമെന്റാണ് ഇപ്പോഴത്തെ MLA പുറത്തിറക്കിയിട്ടുള്ളതെന്ന് LDF ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കള്ളത്തരങ്ങൾക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ TP ജോണി, PM വിജയൻ, പോളി ഡേവിസ്, ജോസ് J പൈനാടത്ത്, PD നാരായണൻ, പോൾ പുല്ലൻ, അജു L പുല്ലൻ എന്നിവരും സംബന്ധിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടി KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ കാർ, ഇരുചക്ര വാഹനങ്ങളിൽ ഡ്രൈവിംഗ് പരിശീലനം ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ ഡ്രൈവിംഗ് പരിശീലനത്തിനായി ലഭിച്ച പുതിയ വാഹനങ്ങളുടെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. 2 വീലർ, 4 വീലർ ലൈസൻസുകൾ ഒന്നിച്ചെടുക്കുന്നതിന് 11,000 രൂപയാണ് ഫീസ്. കഴിഞ്ഞ വർഷം നവംബറിലാണ് KSRTCയുടെ ജില്ലയിലെ ആദ്യ ഡ്രൈവിംഗ് സ്കൂൾ ചാലക്കുടിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. തുടക്കത്തിൽ ഹെവി ഡ്രൈവിംഗ് പരിശീലനം മാത്രമാണ് ഉണ്ടായിരുന്നത്. 4 ബാച്ചുകളിലായി 50-ലധികം പേർ ഇതിനോടകം ഇവിടെ നിന്ന് ഹെവി ഡ്രൈവിംഗ് പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞു. 2ാം ഘട്ട പദ്ധതിയുടെ ഭാഗമായാണ് ഇപ്പോൾ കാർ, 2 വീലർ പരിശീലനം കൂടി ആരംഭിച്ചിരിക്കുന്നത്. 2 വീലർ, 4 വീലർ ലൈസൻസുകൾ ഒന്നിച്ചെടുക്കുന്നതിന് 11,000 രൂപയാണ് ഫീസ്. 2 വീലറിന് 20 ക്ലാസുകളും 4 വീലറിന് 30 ക്ലാസുകളും ലഭിക്കും. 2 വീലറിന് മാത്രമായി 3,500 രൂപയും 4 വീലറിന് മാത്രമായി 9,000 രൂപയുമാണ് ഫീസ്. ഹെവി മോട്ടോർ വാഹനങ്ങളിൽ പരിശീലനം നൽകി ലൈസൻസ് എടുക്കുന്നതിന് 9,000 രൂപയാണ് ഫീസ്.
പട്ടികജാതി വർഗ വിഭാഗത്തിലുള്ളവർക്ക് 20% ഫീസ് ഇളവുണ്ട്. ചാലക്കുടി KSRTC ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ ഡ്രൈവിംഗ് പരിശീലനത്തിനായി ലഭിച്ച പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ചാലക്കുടി ജോയിന്റ് RDO ബിജു ഐസക്, ജോയിന്റ് RDO MV ശശി, അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ KJ സുനിൽ, ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർ സിനോ ജോസഫ് എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം ചാലക്കുടി. മറ്റു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രാഥമിക സഹകരണ കാർഷിക വികസന ബാങ്ക് പൊയ്യ ബ്രാഞ്ച് ഉദ്ഘാടനം ജൂൺ 5 നടക്കുമെന്ന് അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4 മണിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കും. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയാകും. ബാങ്ക് പ്രസിഡന്റ് TM നാസർ, ഭരണസമിതി അംഗങ്ങളായ പ്രൊഫസർ CG ചെന്താമരാശൻ, വക്കച്ചൻ അമ്പൂക്കൻ, സെക്രട്ടറി MG മിനി എന്നിവർ പങ്കെടുത്തു. പുത്തഞ്ചിറ ഗവൺമെന്റ് UP സ്കൂൾ മയക്കുമരുന്ന് ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ ക്ലാസ് നടത്തി. മാള റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ KD മാത്യു ക്ലാസ് നയിച്ചു. പ്രധാന അധ്യാപിക സുനിത NS, ജീന ജോസ് എന്നിവർ സംസാരിച്ചു. ചാർജ് കഴിയുന്നത് വരെ നിങ്ങൾ കളിച്ചോണ്ടിരിക്കും ഇല്ലേ? അത് അമ്മയും ചേട്ടനോ അച്ഛനോ ചീത്ത പറയുമ്പോ അങ്ങ് പിടിച്ചോളാൻ പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്നതാണോ? മാളപ്പൊയ്യയിൽ CFI കോളേജ് ഓഫ് ലോ പുതിയ ലോ കോളേജിന് അനുമതി ലഭിച്ചതായി മാനേജർ PJ മാത്യു, പ്രിൻസിപ്പൽ ഡോക്ടർ VS സെബാസ്റ്റ്യൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സർക്കാരിന്റെയും ഇന്ത്യൻ ബാർ കൗൺസിലിന്റെയും അംഗീകാരം ലഭിച്ച സ്ഥാപനത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനും ലഭിച്ചതോടെ വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികളിലേക്ക് കടക്കുകയാണ്. BBA, LLB, BCom, LLB എന്നീ 2 പഞ്ചവത്സര കോഴ്സുകളായി 60 വീതം വിദ്യാർത്ഥികളാണ് ആദ്യ വർഷം അഡ്മിഷൻ നൽകുക. പൊയ്യയിലെ ഈ ലോ കോളേജ് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലോകോത്തര നിലവാരത്തോടെ പഠിക്കുന്നതിനുള്ള മാതൃകാ സ്ഥാപനം ആയിരിക്കുമെന്ന് മാനേജർ PJ മാത്യു പറഞ്ഞു. 150 പിള്ളേർക്ക് അറ്റേ സമയം ഇരുന്ന് ഫിലിം കാണാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ലോകോത്തര നിലവാരമുള്ള ഓഡിറ്റോറിയം ഉണ്ട്, ജിമ്മുണ്ട്, എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിരിക്കും അതിനകത്ത്. അപ്പോൾ ഈ മുടക്കിയിരിക്കുന്ന ക്യാഷിന് ഒരു റിട്ടേൺ പ്രതീക്ഷിച്ചൊന്നും അല്ല CFI ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം തന്നെ കോളേജിലോട്ട് വരുന്ന ഒരു റോഡുണ്ട്. ആ റോഡ് തോടിൻ്റെ ഇറമ്പികളുണ്ട് റോഡാണ്. ഇപ്പോൾ കോളേജിൻ്റെ വർക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല റോഡ് വേണം. അന്നേരം പഞ്ചായത്ത് ആ റോഡിൻ്റെ അവിടെ 10 ടണ്ണിൽ കൂടുതലുണ്ട്, വണ്ടിയൊന്നും പോകരുതെന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്തിരിക്കുക. മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും അധികൃതർ അറിയിച്ചു. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ കോഴ്സ് ഓർഗനൈസ് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. ഇതൊരു ഓട്ടോണമസ് യൂണിവേഴ്സിറ്റി ആകുന്നിടം വരെയും കോഴ്സുകളുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്നത് ബാർ കൗൺസിലും സർവകലാശാലകളുമാണ്. കേരളത്തിലെ സർവകലാശാലകളാണ് അത് നിയന്ത്രിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുമാണ്. പരിമിതമായ ആ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പുതിയ കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഉദാഹരണത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഓഫർ ചെയ്യുന്ന 2 കോഴ്സുകൾ BBA LLB ഓണേഴ്സും BCom LLB ഓണേഴ്സുമാണ്. നമ്മളിപ്പോൾ ഈ വർഷം അത് ആരംഭിക്കുന്നത്. BA LLB ഓണേഴ്സ് കൂടിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് 3 ഓണേഴ്സ് പ്രോഗ്രാമായിട്ട് ഉള്ളത്. പൊയ്യയിൽ അംഗൻവാടിയുടെ നിർമ്മാണത്തിനായി എടുത്ത് അപകട ഭീഷണിയിലായിരുന്ന കുഴി ഭാഗികമായി മൂടി. പൊയ്യ കഴിഞ്ഞിത്തറയിൽ 6 അടി താഴ്ചയിൽ അംഗൻവാടി നിർമ്മാണത്തിനായി എടുത്ത കുഴി സമീപവാസികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തെക്കുറിച്ച് മീഡിയ ടൈം വാർത്ത നൽകിയിരുന്നു. വിഷയം ചൂണ്ടിക്കാട്ടി വാർഡ് മെമ്പറും റെസിഡൻസ് അസോസിയേഷനും കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഇന്ന് രാവിലെ സ്വകാര്യ ബസ് തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് നടത്തി. SP-യുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഉച്ചയോടെ സമരം പിൻവലിച്ചു. മാള യഹൂദ ദേവാലയ കെട്ടിടം അപകടാവസ്ഥയിൽ. ദിനം തോറും നിരവധി പേർ സന്ദർശനം നടത്തുന്ന ദേവാലയമാണ് മേൽക്കൂര വളഞ്ഞ് അപകടാവസ്ഥയിലായിരിക്കുന്നത്.
കരിവനൂർ തട്ടിപ്പ് കേസിൽ വിചാരണ സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്ന് സൂചന. ഇതിനു മുന്നോടിയായി പ്രതികൾക്ക് സമൻസ് അയക്കുന്നതിനുള്ള നടപടികൾക്ക് ഉടൻ തുടക്കമാകും. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.